പാടത്തിറങ്ങി വിതച്ചും കൊയ്തും കൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു 76-കാരിയാണ് ഈ വനിതാ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. കൃഷി ഓർമ്മകളുടെ നല്ല കാലത്തെ ഒരു പുസ്തകമാക്കി പുറത്തിറക്കിയിട്ടുമുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനിയായ ശാരദ ശാൽപുരി. ഞാറ്റടി എന്ന് പേരിട്ട പുസ്തകത്തിലൂടെ താൻ സഹജീവിച്ച കൃഷിപ്പാടങ്ങൾ ഈ അമ്മ തലമുറകൾക്കായി പങ്കുവെക്കുകയാണ്. വയലൊക്കെ മണ്ണിട്ട് നികത്തി കരയാക്കിയതുകൊണ്ട് നെല്ലൊന്നും കാണാനില്ല. നെല്ലും വയലും ഉണ്ടായിരുന്ന കാലത്തെ പാട്ടും കഥയും പഴഞ്ചൊല്ലും ഇന്നാർക്കും വേണ്ട. നെല്ലിനൊപ്പം പറഞ്ഞു പഴകിയ എത്രയോ വാക്കുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നാരും പറഞ്ഞു കേൾക്കുന്നുമില്ല. കൃഷി ഓർമ്മകളെക്കുറിച്ച് ചോദിച്ചാൽ ശാരദാമ്മ ഒത്തിരി പറയും. അത്രയും ഓർമ്മകളാണ്. നെല്ലിൻ്റെ പണിയാണ് അധികം. നെല്ലിൻ്റെ കഴിഞ്ഞാൽ പിന്നെ വയലിൽ തന്നെ പച്ചക്കറി, പിന്നെ ചേന, ചേമ്പ്, വാഴ, പിന്നെ പച്ചക്കറികളെല്ലാം പയറ്, വെള്ളരി, വെണ്ട, കയ്പൊക്കെ ഉണ്ടല്ലേ. കൃഷി അവർക്ക് ജീവിത പദ്ധതിയായിരുന്നു, സംതൃപ്തിയായിരുന്നു. വിള കൊയ്ത് വയറു നിറച്ചുണ്ട, വയലിറമ്പത്തിരുന്ന് പഴംപുരാണം പറഞ്ഞ ജീവിത തീരത്ത് ഗ്രാമം ഒരു മനസ്സായി കൂടിക്കഴിഞ്ഞ കാലം ഓർത്തെടുക്കുകയാണ്. വിഷരഹിതമായ പച്ചക്കറി അതേറ്റവും നല്ലത്. പിന്നെ ഒരു മരുന്നടിക്കുകയൊന്നും ചെയ്യലല്ലോ. വീട്ടിലുള്ളതിനൊരു സ്വാദ് വേറെ തന്നെ. നിങ്ങളൊക്കെ കഴിച്ചു നോക്കിക്കൊന്നും അറിയില്ല. വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന പച്ചക്കറിയും വാങ്ങുന്ന പച്ചക്കറിയായിട്ട് വലിയ വ്യത്യാസമുണ്ട്. രുചിക്ക് തന്നെ അത് ഒന്ന് വേറെ തന്നെയാണ്. പ്രായത്തിന്റെ അവശതകളുണ്ടെങ്കിലും ഇപ്പോഴും കൃഷി ശാരദാമ്മയ്ക്ക് ആവേശമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എന്തുണ്ടാക്കിയാലും എല്ലാ ഇലയും പച്ചക്കറി പോലെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറഞ്ഞൊക്കെ ആക്കി ഉണ്ടാകുമ്പോൾ പറ്റാത്തത് ഒരുവിധമൊക്കെ പറ്റുന്നതാക്കിയല്ല. എന്തെല്ലാമൊക്കെയോ ഇലകളുണ്ട് ഭക്ഷിക്കാൻ പറ്റിയ. പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത കൃഷിപാഠങ്ങളാണ് ശാരദാമ്മയുടെ ഞാറ്റടി എന്ന പുസ്തകം. മഴയും മഞ്ഞും വെയിലും നിലാവുമെല്ലാം ഈ താളുകളിൽ ഇഴചേരുന്നു. തനത് നെൽവിത്തിനങ്ങൾ, അവയുടെ നടീൽ രീതികൾ എല്ലാം വിവരിക്കുന്നുണ്ട്. പുതുതലമുറ കേട്ടിട്ട് പോലുമില്ലാത്ത കൃഷിപ്പദങ്ങൾ. സ്നേഹിച്ച് വിശ്വസിച്ചവരെ മണ്ണ് ചതിച്ചിരുന്നില്ല. ഇത് കാലാവസ്ഥാ മാറ്റത്തിന്റെ കാലമാണ്. നല്ല ഭൂമിയെ തിരികെ പിടിക്കാൻ പോയ കാലത്തിന്റെ ഓർമ്മകളെ ഞാറ്റടിയിലൂടെ കരുതി വയ്ക്കുകയാണ് ഈ പഴയ കൃഷിക്കാരി. കേരളത്തിന്റെ ജീവിതവുമായി ഉൾച്ചേർന്ന് കിടന്നിരുന്ന കൃഷിയുടെ നേരനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും നഷ്ടപ്പെടുന്ന നാട്ടുനന്മയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് ശാരദാമ്മയുടെ മനസ്സ് നിറയെ. കൈവിട്ട് കളഞ്ഞ പഴയ കാർഷിക സമൃദ്ധി തിരികെ കൊണ്ടുവരണമെങ്കിൽ പുതുതലമുറ തന്നെ വിചാരിക്കണമെന്നാണ് ശാരദാമ്മ പറയുന്നത്. സുൽത്താനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.